ഉം, പ്രിയ സുഹൃത്തുക്കളെ നമസ്തേ. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നാഗരൂർ പഞ്ചായത്തിൻ്റെ ചില ഭാഗങ്ങളിലാണ്. അവിടെ KSEBക്കാർ കറണ്ട് ഇപ്പം 12 മണി കഴിഞ്ഞ്, ഈ ഉച്ച സമയമാണ്. ഈ ഉച്ച സമയത്ത് ഇതുവരേക്കും സ്ട്രീറ്റ് ലൈറ്റ് ഓഫാക്കിയിട്ടില്ല. എല്ലാ പോസ്റ്റിലും ലൈറ്റ് ഇങ്ങനെ കത്തിക്കിടക്കുകയാണ്. ഇത് മിക്കുള്ള സമയത്തും ഞാനിത് വഴി പോകുമ്പോൾ ഇത് കാണാറുണ്ട്. അപ്പോൾ ഇന്നും ഇതുവഴി വന്നപ്പം ഇത് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതൊക്കെ വൈദ്യുതി അമൂല്യമാണ്, അത് പാഴാക്കരുത്. അത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. വെള്ളത്തെ പോലെ തന്നെയാണ് വൈദ്യുതി എന്നൊക്കെയാണ് കേരള ഇലക്ട്രിസിറ്റി വകുപ്പുകാർ പറയുന്നത്. സംഭവം ശരിയാണെങ്കിലും ഇതുപോലെ ഒരുപാട് വൈദ്യുതി പാഴായി പോകുന്നുണ്ട്. ഇങ്ങനെ സ്ട്രീറ്റ് ലൈറ്റ് സമയത്ത് അണയ്ക്കുന്നില്ല, അത് ഓഫാക്കുന്നില്ല. അതുമൂലം ഒരുപാട് കറണ്ടുകൾ ഇതേപോലെ പാഴായി പോവുകയാണ്. അപ്പോൾ അത് അധികാരികൾ ഇത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ണ് തുറക്കണം. കറണ്ടിന് മാത്രം ചാർജ് കൂട്ടിയാൽ പോരല്ലോ. വൈദ്യുതിയും അമൂല്യമാണെങ്കിൽ ആ വൈദ്യുതിനെ കൂടെ സംരക്ഷിക്കേണ്ട ചുമതല KSEBക്ക് ഉള്ളതല്ലേ. എപ്പോഴും വന്ന് നാട്ടുകാരൊന്നും ഓഫാക്കാൻ പറ്റുമോ? അപ്പം ഇതുപോലെ ഒരുപാട് സ്ട്രീറ്റ് ലൈറ്റുകൾ ഇതേപോലെ കത്തിക്കിടക്കുന്നത് കണ്ടുകൊണ്ടാണ്, ആ ഒരു വിഷമം മനസ്സിൽ തട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പം ഇത് KSEBക്കാർ ഇത് വളരെ ശ്രദ്ധിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഇപ്പം അറിയാമല്ലോ, കറണ്ടിനിപ്പം ചിലവ് കൂടുതലാണ്, ഉണക്ക സമയമാണ്, എല്ലാവർക്കും വൈദ്യുതി അധികം ഉൽപ്പാദനം ഉണ്ട്, ബില്ല് കൂടുതലാണ്. അപ്പം ഇതുപോലുള്ള കാര്യങ്ങളുടെ ഇലക്ട്രിസിറ്റി ഓഫീസുകാരൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ച് വൈദ്യുതി കൂടെ മിച്ചം പിടിച്ചുകൂടെ. ഇതേപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ കാണും. ഇപ്പം നമ്മളിപ്പോൾ ഈ ഭാഗങ്ങൾ മാത്രമേ ഞാനിപ്പോൾ കണ്ടിട്ടുള്ളൂ. ഇതേപോലെ ഒരുപാട് നമ്മൾ കാണാത്ത ഒരുപാട് ഭാഗങ്ങളിൽ ഇതേപോലെ ഉച്ച സമയങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കിടക്കും. അത് പകലെന്തിനാണ് പ്രകാശം? രാത്രിയല്ലേ പ്രകാശത്തിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം ഇത് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അത് അധികാരികൾ ഇത് വളരെ ശ്രദ്ധിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദ്യുതി എന്ന് പറയുമ്പം എല്ലാവർക്കും ഉപയോഗപ്പെടുന്നതാണ്, പാഴാക്കി കളയരുത്. അപ്പോൾ ജലം അമൂല്യമാണ്, ഒരു തുള്ളി ജലവും വിലപ്പെട്ടതാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ ഇപ്പോൾ ഏകദേശമൊക്കെ ഇന്നലെ മിനിഞ്ഞാന്നത്തെ മഴയിലൊക്കെ വെള്ളമൊക്കെ എല്ലാ സ്ഥലത്തുമൊക്കെ ആയി. ഇതൊരു തോടാണ്, ഈ തോടിൻ്റെ ഭാഗത്തൊക്കെ വെള്ളമുണ്ട്, കുറച്ചൊക്കെ വെള്ളമുണ്ട്. അപ്പോൾ 2-3 മഴയുടെയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് വെള്ളം കൂടുതൽ വരും. അപ്പോൾ ഈ വെള്ളവും ഇതേപോലെ അമൂല്യമാണ്, അത് നമ്മൾ പാഴാക്കി കളയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അധികാരികൾ വളരെ ശ്രദ്ധിക്കണം. ഈ വൈദ്യുതി രാത്രി കാലങ്ങളിൽ ആണ് നമ്മളെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ആവശ്യം. പകൽ ഉച്ച സമയം 12 മണി തൊട്ട് പിന്നെ 2 മണി വരെ, അതേപോലെ തന്നെ രാവിലെ ഇട്ടതാണെന്ന് തോന്നുന്നത്. രാവിലെ ഇന്നലെ രാത്രി ഇട്ട സാധനം ഇന്ന് രാവിലെ കത്തിക്കിടക്കുന്നു. ഇപ്പോഴും ഈ 12 മണി സമയത്തും 12:45 ഇപ്പോൾ സമയം. ഈ സമയത്തും ഇപ്പം ഇതിങ്ങനെ കത്തിക്കിടക്കണം. ഇതുവരേക്കും ആരും അണച്ചിട്ടില്ല. അപ്പം ഇതേപോലെ ഒരുപാട് ലൈറ്റുകൾ ഇന്നാളും ഇതുവഴി വന്നപ്പോൾ കാണാം, ഈ ലൈറ്റ് കംപ്ലീറ്റ് കത്തിക്കിടന്നു. അന്നും എനിക്ക് അത് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോൾ. ഇന്നും ഞാനിതുവഴി വന്നപ്പം കണ്ട കാഴ്ചയാണിത്. വൈദ്യുതി 12:45 സമയമായിട്ടും അണച്ചിട്ടില്ല. അപ്പോൾ അത് അധികാരികൾ വളരെ